ഇത് ജീവിച്ചവർക്ക് താക്കീതായി വന്നതാണ്. ഇത് ജീവിച്ചിരിക്കുന്നവന് മുന്നറിയിപ്പ് നൽകാനാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത്. നമുക്ക് മുമ്പ് ഒരു സമൂഹം ഈ ലോകത്ത് ജീവിച്ചിരുന്നു. ഇന്നത്തെ ഒമാനിന്റെ മറുഭാഗത്ത് യമനിന്റെ തീരങ്ങള് ഇറമെന്ന് പറയുന്ന പ്രവിശ്യയിൽ ജീവിച്ചിരുന്ന ഒരു ജനതയാണ് ആദുഗോത്രം. നമ്മളെക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള ഈ കാണുന്ന കൊന്നത്തെങ്ങിനേക്കാൾ പൊക്കവും വലിപ്പവും ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്ന ആദുഗോത്രം. ആ ഗോത്രത്തെ അല്ലാഹു ഈ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ച് നാമാവശേഷമാക്കിയത്രേ. എങ്ങനെയാ നശിപ്പിച്ചതെന്നറിയോ? സൂറത്തുൽ ഹാഖ ഓതുക. സഖറ അലൈഹിം സബ്അ ലയാലിൻ വതമാനിയത അയ്യാം ഹുസൂമൻ ഫതറൽ ഖൗമ ഫീഹാ സറആ. 7 രാത്രിയും 8 പകലും നീണ്ടുനിന്ന് പേമാരി തിമിർത്തു പെയ്തപ്പോ 7 രാത്രിയും 8 പകലും അഭംഗുരമായി നീണ്ടുനിന്ന് പേമാരിയും കൊടുങ്കാറ്റുമാടിച്ചപ്പോ ആദുഗോത്രം അവരുടെ വീടുകളോടുകൂടി തകർന്ന് തരിപ്പണമായി. അവര് മരുഭൂമിയിൽ വീണ് ചത്ത കിടക്കുന്ന കാഴ്ചയെ ഖുർആൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. കഅന്നഹും അഅജാസു നഖിലിൻ ഹാവിയ. വലിയ ഈത്തപ്പന മരങ്ങൾ അതിന്റെ മൂടോടുകൂടി മറിഞ്ഞു കിടക്കുന്നത് പോലെ മരുഭൂമിയിലെ വന്നീത്തപ്പന മരങ്ങൾ അതിന്റെ ചുവടോടുകൂടി മണ്ണിൽ നിന്ന് പിഴുതു കിടക്കുന്നത് പോലെ അവര് ചത്ത കിടക്കുന്ന നബിയെ. ഇനി ഞാൻ ഈ പേടക്കാപ്പള്ളി ബദരിയുടെ ക്യാമ്പസിലെത്തിയ ഓരോ സഹോദരങ്ങളോടും സഹോദരിമാരോടും കൊന്നത്തെങ്ങിനേക്കാൾ വലിപ്പമുള്ള ഒരു സമുദായത്തെ 7 രാത്രിയും 8 പകലും നീണ്ടു നിന്ന് ഒരു പേമാരി പെയ്യിപ്പിച്ചിട്ട് അല്ലാഹു തകർത്തെറിയാനുള്ള കാരണമെന്താ? അവര് വ്യഭിചരിച്ചിട്ടല്ല, അവര് പലിശ വാങ്ങിച്ചിട്ടല്ല, അവര് മദ്യപാനികളായിട്ടല്ല. അവരെ നശിപ്പിക്കാനുള്ള കാരണങ്ങളുടെ പല കാരണങ്ങള്. ഒരു കാരണം ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്. ഇറമദാത്തിൽ ഇമാദ്, ദാത്തു ഇമാദ്, അവര് തൂണുകളുടെ ആളുകളായിരുന്നു. ദാത്തു ഇമാദ്, അവര് തൂണുകളുടെ ആളുകളായിരുന്നു. അവര് വീട് വെക്കുമ്പോ ആർഭാടത്തിന് വേണ്ടി അനാവശ്യമായി തൂണുകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചവർ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ അനാവശ്യമായ പ്രവണത നിലവിൽ വരുന്നുണ്ട്. ആവശ്യമായി വീടിന് ബലം കൊടുക്കാനല്ല, ആർഭാടത്തിന്റെ ഭാഗമായി കുറെ തൂണുകൾ വീടുകൾക്ക് വെക്കുക, ഇത് അത്ര നല്ല ശൈലിയല്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വീടുമായി ബന്ധപ്പെട്ട 3ാമത്തെ പരാമർശം ഇതാണ്. വീട് വെക്കുമ്പോ അമിതമായി തൂണുകൾ വെക്കരുത്, അമിതമായി ഫില്ലറുകൾ വെക്കരുത്. പേടക്കാപ്പള്ളിയിൽ കട്ടപ്പെട്ട് നീ ഉണ്ടാക്കിയ നിന്റെ പൈസ, ഗൾഫിൽ പോയി നീ കട്ടപ്പെട്ടുണ്ടാക്കിയ നിന്റെ സമ്പത്ത് വെറുതെ തൂണുകളിൽ കുഴിച്ചിടരുത്. എത്ര സൗകര്യത്തിന് വേണമെങ്കിലും നീ വീട് വെച്ചോളൂ, പക്ഷേ യാതൊരുവിധ ഉപയോഗമില്ലാതെ തൂണുകൾ വെറുതെ സൺഷൈഡിനെ പോലെ താങ്ങി വെക്കുന്ന തൂണുകൾ അത് വീട് നിർമ്മാണത്തിന് നല്ലതല്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആരാ ആദുഗോത്രം എന്നറിയോ? യമനിന്റെ ഇറമ പ്രദേശത്തിൽ താമസിച്ചിരുന്ന ആദുഗോത്രം. അവരുടെ സാമ്പത്തികമെന്ന് പറയുന്നത് കുന്തിരിക്ക കച്ചവടമാണ്. അല്ലാഹുവർക്ക് ധാരാളം കുന്തിരിക്കം കൊടുത്തു. ആ കുന്തിരിക്കത്തിന്റെ കച്ചവടം ചെയ്തവര് പൈസ ഉണ്ടാക്കി. അതുകൊണ്ട് അവര് വീട് വെക്കുന്നതിന് പകരം ആ നാട്ടിലെ സർദമായൊരു പുഴയുണ്ടായിരുന്നു. വീടുകൾക്ക് തൂണ് വെക്കാൻ വേണ്ടി പൈസ ചെലവാക്കേണ്ടി വന്നപ്പോ അതിലെ പോകുന്ന വഴിയാത്രക്കാർക്ക് അല്ലാഹുവിന്റെ നദിയിലെ വെള്ളമെടുത്തിട്ട് വിലക്ക് വിൽക്കാൻ തുടങ്ങിയപ്പോ അത് മുഴുവനും ഭൂമിയിൽ കൊണ്ടുപോയി കുടിച്ചിട്ടപ്പോ സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വതമാനിയത അയ്യാം. രാത്രിയും 8 പകലും നീണ്ടുനിന്ന ഒരു പേമാരിയിൽ അവളെ തകർത്തെറിഞ്ഞെന്ന് വിശുദ്ധ ഖുർആൻ.